നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ മെസ്സേജസ് ആസ് യൂഷ്വൽ 2 ഒറാക്കിൾ ഡെക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. നാളെ ടാരോ വഴി എടുത്തു തരാം. ഓക്കെ. ഓക്കെ. റിഗ്രറ്റ്, ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിൽ ഇല്ലാതിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു. ഐ ഡിഡ്ന്റ് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ് മിസ്ഡ് ഓപ്പർച്യൂണിറ്റി. അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് അവരത് മിസ് ചെയ്തു എന്നാണ് പറയുന്നത്. വേണ്ട ആക്ഷൻ വേണ്ട സമയത്ത് എടുത്തില്ല. ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു. നിങ്ങളുടെ ഇടയിൽ ഒരു സോൾ ടൈ, ഒരു സോൾ കണക്ഷൻ ഉണ്ട് എന്നവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഐ എം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത്. അവർക്കൊരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. ഓക്കെ. ആ ക്ലാരിറ്റിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണെന്നാണ് ബേസിക്കലി അവർ പറയുന്നത് കേട്ടോ. വി ഹാവ് ടു മെനി ഡിഫറൻസസ്. പല ഡിഫറൻസസ് നിങ്ങളുടെ ഇടയിലുണ്ട്. മേ ബി റിലിജൻ, കാസ്റ്റ്, കൾച്ചർ, സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനത്തെ ഡിഫറൻസസ് ആയിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത്. ഐ ഫീൽ ഷാറ്റേഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ. അവർക്ക് വല്ലാത്ത വിഷമമുണ്ട് സിറ്റുവേഷൻ ഇങ്ങനെ ആയതിൽ കേട്ടോ. ദ വേ ഹാവ് ട്രീറ്റഡ് യു വാസ് റോങ്. നിങ്ങളെ ട്രീറ്റ് ചെയ്ത വിധം തെറ്റായിരുന്നു എന്ന് അവർ സമ്മതിക്കുന്നു. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അവർക്കൊരു ക്ലാരിറ്റി ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, പീപ്പിൾ ഡോണ്ട് ബിലീവ് ഇൻ മീ. ആരും അവരെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുകയാണ്. ദീസ് ഫീലിങ്സ് ആർ ഈറ്റിംഗ് മീ അലൈവ്. അവർക്ക് ആ ഫീലിങ്സ് സഹിക്കാനും പറ്റുന്നില്ല. ഐ എം ബെറ്റർ വിത്ത് മൈ മൈൻഡ് ദാൻ വിത്ത് മൈ ഹാർട്ട്. അവർ പറയാണ് അവരുടെ എന്താ പറയുക, മൈൻഡിൽ കൂടുതൽ ബെറ്ററാണ്. അതായത് ചിന്തകളാണ് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ളത് അവരുടെ ഫീലിങ്സിനേക്കാളും. മനസ്സിലായില്ലേ? ഒരുപാട് പ്രാക്ടിക്കാലിറ്റിയാണ്, അതാണ് അവിടെ ഇഷ്യൂ എന്നാണ് അവർ പറയുന്നത് കേട്ടോ. ദ ഹീറ്റ് ബിറ്റ്വീൻ അസ് ഇസ് ഇൻറ്റൻസ്. ആ ഫീലിങ്സ് വല്ലാത്ത ഇൻറ്റൻസ് ആണ് എന്ന് അവർക്ക് അത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ഐ ഫീൽ ലോൺലി. ഒറ്റപ്പെടലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക്.